പുതുയുഗ കേരളത്തിനായി ഇന്ദിരാ ഗ്യാരണ്ടിയിലൂന്നി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ വർധനയും കെ.എസ്.ആർ.ടി.സി സൗജന്യ യാത്രയും കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ആർത്തവാവധിയും അടക്കം നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. കേന്ദ്ര വിമർശനങ്ങളൊന്നും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടില്ല. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപനത്തിലും ഗ്ലാമർ പ്രഖ്യാപനമായി മാറുകയാണ് ഇന്ദിരാ ഗ്യാരണ്ടി. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കെ.എസ്.ആർ.ടി.സിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വയോജനക്ഷേമ വകുപ്പ് എന്നിങ്ങനെ യു.ഡി.എഫ് സർക്കാരിന്റെ അഭിമാന പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇടം പിടിച്ചു. ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്നതാണ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. The Indira guarantees announced by my government reflect its social commitment to the people of Kerala. My government will provide rupees 1000 per month to girl students in colleges to support their education. My government will raise the welfare pension to 3000 rupees per month for all eligible beneficiaries. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധിയും അസംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് 6 മാസം വരെ പ്രസവാവധിയും പ്രഖ്യാപിച്ചത് ആദ്യ നയപ്രഖ്യാപനത്തെ സ്ത്രീപക്ഷമാക്കുന്നു. അനാഥരില്ലാത്ത കേരളം എന്ന ആശയം സഹാനുഭൂതി നിറഞ്ഞ പ്രഖ്യാപനമായി. കേരളത്തെ തുറമുഖ നഗരമാക്കുക, തീരദേശ ടൂറിസം ശക്തിപ്പെടുത്തുക, കൂടുതൽ 4 വരി ബൈപ്പാസുകൾ, വയോജന സൗഹൃദ നഗരങ്ങൾ എന്നിവ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെക്കുന്നു. വഖഫ് ആധുനികവൽക്കരണവും സ്വത്ത് സംരക്ഷിക്കാൻ ഉപാധിരഹിത പട്ടയവും, SC/ST വിഭാഗങ്ങൾക്കായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ഡ്രൈവും, ദേവസ്വം വകുപ്പിൽ SC/ST നിയമനം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും സാമൂഹിക ക്ഷേമം ലക്ഷ്യം വെക്കുന്നു. മയക്കുമരുന്ന് വ്യാപനം തടയാൻ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ, സീറോ ടോളറൻസ് ടു ഡ്രഗ് പ്രഖ്യാപിക്കുകയാണ് യു.ഡി.എഫ് സർക്കാർ. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉയർത്തിക്കാട്ടി വി.ഡി. സതീശൻ സർക്കാർ ആദ്യ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.